നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരം നീ എന്തു ചെയ്തു? നിൻ പ്രാണനാൽ എത്ര വിളക്ക് കൊളുത്തി നീ, നാളത്തെ യജ്ഞത്തിനെന്ത് ഹവിസായി കൊടുത്തു നീ. മനുഷ്യന് ജാതി മനുഷ്യത്വമെന്ന് ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യനാവുക എന്നാൽ മനുഷ്യത്വമുള്ളവനാവുക എന്നതാണ് അർത്ഥം. അതിൽ സഹകരണവും സഹവർത്തിത്വവുമുണ്ട്. അനേകായിരം ആഗ്രഹങ്ങളുടെയും മത്സരങ്ങളുടെയും ലോകത്ത് ആരെയും നോവിക്കാതെ ജീവിക്കുക എന്നത് മാത്രമല്ല പ്രധാനം. സ്വന്തം നിലനിൽപ്പ് കൊണ്ട് മറ്റൊരു ജീവിതത്തിലും തിരി തെളിയിക്കാനുള്ള ബാധ്യത ഏവർക്കുമുണ്ട്. ഈ പ്രപഞ്ചമൊന്നാകെ നമുക്ക് മുമ്പിലുണ്ട്. മനോഭാവത്തിനും കഴിവിനും അനുസരിച്ച് പലതും നേടാനുമാകും. പക്ഷേ നേടുമ്പോൾ ഒന്നറിയണം, ഏവർക്കും അവകാശപ്പെട്ട ലോകത്തിൽ നിന്ന് നാം സംഭരിച്ചതാണ് നമ്മുടെ നേട്ടം. അതുകൊണ്ട് തന്നെ നാം നേടിയതെല്ലാം നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. അവയിൽ പരോക്ഷമായ ഒരവകാശം എല്ലാ ചരാചരങ്ങൾക്കും ഉണ്ട്. അതറിഞ്ഞ് ജീവിക്കലാണ് യജ്ഞം. മറ്റുള്ളവരിലേക്കും തന്നിൽ വെളിച്ചം പകരാൻ ഏവരും ബാധ്യസ്ഥരാണ്. അവിടെയാണ് പ്രാണൻ വിളക്കാകുന്നത്. അങ്ങനെയൊരു ലോകമാണ് ഏതൊരു കാലത്തെ മാനവൻ്റെയും സ്വപ്നം. വാക്ക് എന്ന കവിതയിലൂടെ പ്രിയകവി വി മധുസൂദനൻ നായർ ഈ പാരസ്പര്യത്തെക്കുറിച്ചാണ് പാടുന്നത്. അക്ഷരമായ ഒന്ന്, ശാശ്വതമായ ഒന്ന് ഏവരിലുമുണ്ട്. ആ വെളിച്ചത്തിൽ നടക്കുക. ആ വെളിച്ചം ലോകനന്മയ്ക്കായും ഉപയുക്തമാക്കുക. നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരം നീ എന്തു ചെയ്തു? നിൻ പ്രാണനാലെത്ര വിളക്ക് കൊളുത്തി നീ, നാളത്തെ യജ്ഞത്തിനെന്ത് ഹവിസായി കൊടുത്തു നീ.